الحمد لله ونحمده ونعبده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فإن خير الكلام كلام الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم إياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين صدق الله العلي العظيم الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച കൽപ്പനകളും ശാസനകളുമെല്ലാം ജീവിതത്തിൽ അവന് തൃപ്തി വരാവുന്ന തരത്തിൽ മനസ്സാന്നിധ്യത്തോടുകൂടി പുലർത്തുവാൻ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി പ്രയത്നിക്കുവാനും നിങ്ങളോടെന്ന പോലെ എന്നോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. എല്ലാവർക്കും ഈ അനുഗ്രഹീതമായ സുദിനത്തിൽ ഈദുൽ ഫിത്ർ ആശംസിക്കുന്നു. ഈദ് നമ്മൾ ആഘോഷിക്കുന്നത് തക്ബീർ മുഴക്കിക്കൊണ്ടാണ്. എന്താണ് തക്ബീർ? അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മളിൽ ഉള്ളിൽ എന്താണ് ഉണ്ടാവേണ്ടത്? അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു മാത്രമാണ് വലിയവനെന്നും നമ്മളെല്ലാം സമമാണ് എന്ന് പറയുന്ന ഒരു വിചാരമാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ നിർബന്ധമാക്കുന്ന ആയത്തുകളിൽ ഈ ഒരു വിഷയം പ്രത്യേകം എടുത്ത് പറയുന്നത് നമുക്ക് കാണാം. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ. കാരണം അള്ളാഹു ആണ് നമുക്ക് ഹിദായത്ത് നൽകിയത്, അതുകൊണ്ട് അവനെ നിങ്ങൾ വലുതാക്കുക, തക്ബീറാക്കുക. കാരണം മുതകബ്ബിർ, അഹങ്കാരം, അധികാരം അത് ചെലുത്തുവാനും പ്രകടിപ്പിക്കാനും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കിബറിന്റെ ഒരു തരി അംശമെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളെല്ലാം സമന്മാരാവുകയും അള്ളാഹു മാത്രമാണ് വലിയവനെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക. റമദാൻ മാസം കഴിഞ്ഞ് ഈദുൽ ഫിത്റിന്റെ ആഘോഷത്തിൽ തുടക്കം തന്നെ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും ഈ ഇരിക്കുന്നവരെല്ലാവരും ഒരുപക്ഷെ സാമ്പത്തികമായോ പലതരത്തിൽ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെച്ച സോഷ്യൽ സ്റ്റാറ്റ ഫലമായി അതിന്റെ വിവിധ തട്ടുകളുടെ അടിസ്ഥാനത്തിൽ സ്വയം ചിലപ്പോൾ വ്യത്യസ്തരാണെന്ന് തോന്നുന്നുണ്ടാവാം. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, ഞാനാണ് നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയത്, അതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ തക്ബീർ മുഴക്കുക, എൻ്റെ പേരിൽ നിങ്ങൾ തക്ബീർ മുഴക്കുക എന്നതാണ്. കാരണം എല്ലാ ആരാധനാനുഷ്ഠാനങ്ങളും, എല്ലാ ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കാൻ നമ്മളോട് ചെലുത്താൻ പറഞ്ഞ എല്ലാ കൃത്യനിഷ്ഠങ്ങളുമെല്ലാം നമ്മളിൽ വിനയമുണ്ടാക്കുവാനാണ്. നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിനയം കൂടുന്നതനുസരിച്ച് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഫലം കൊണ്ട് നിറഞ്ഞ വൃക്ഷം പോലെയാവുക. എത്രത്തോളം വിവരമുണ്ടായാലും എത്രത്തോളം നിങ്ങൾ ഉയർന്നു പോയാലും എന്നിലേക്ക് താഴ്ന്നു പറക്കുക എന്ന രീതിയിലാണ് നമ്മുടെ ആരാധന അനുഷ്ഠാനങ്ങൾ പോലും നമ്മളോട് ആ തരത്തിലുള്ള സ്വഭാവം ഉണ്ടാക്കുവാനാണ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പെരുന്നാളിലെ ഈ നിമിഷം പോലും ഇനിയുള്ള നിമിഷങ്ങളിലുമെല്ലാം
നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമന്മാരാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു പദവിയൊന്നും നമുക്ക് അള്ളാഹു തന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഈ പെരുന്നാളിന്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി പറയാനുള്ളത്. കാരണം അതേ ഭാഗത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആരാധനാനുഷ്ഠാനങ്ങൾ നമ്മുടെ ജീവിതം മുഴുവനും എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ലഅല്ലക്കും തഷ്കുറൂൻ, ശുക്ർ കാണിക്കുവാൻ വേണ്ടി മാത്രമാണ്. അതല്ലാതെ ഞാൻ മുമ്പ് അനാനിയത്ത് എന്ന് പറയുന്ന ഞാനെന്ന ഭാവം ഉണ്ടാക്കുവാനല്ല. അങ്ങനൊരു വിശ്വാസി അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം പലവരും വിശദീകരിക്കുന്നുണ്ട്. ഓരോ വിശ്വാസിയും നാം ആരാണെന്ന് സ്വയം തിരിച്ചറിയണം. അള്ളാഹുവിന്റെ മുമ്പിൽ തുല്യരാണെന്നും എനിക്ക് വേറൊരു പ്രത്യേക സ്റ്റാറ്റസും പടച്ചവൻ തന്നിട്ടില്ല എന്നും വ്യതിരിക്തമായ ബോധമാവണം എന്ന് മാത്രമല്ല, ഓരോ വിശ്വാസിക്കും അവന്റെ ജീവിതത്തിലുള്ള ദൗത്യവും അവരുടെ മിഷനും വിഷനും എല്ലാം ഒരുപോലെ വ്യക്തമായിരിക്കണമെന്നും പരിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഓതി വെച്ച ആയത്തിൽ സൂറത്തുൽ ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല 3 തരത്തിലുള്ള വർത്തമാനമാണ്, 3 ദൗത്യമാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടതെന്ന് ഈ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം പറയുന്നത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ വേറെ ആരാണ്? അതായത് ദഅവത്ത് നടത്തുക എന്നത് വിശ്വാസിയുടെ പ്രധാന ബാധ്യതയായി ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം റമദാൻ മാസം നമുക്ക് ആ ഒരു ബോധം തന്നിട്ടുണ്ട്. റമദാൻ മാസം ആദ്യം മുതൽ അവസാനം വരെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് 30 നോമ്പ് എടുക്കാൻ കഴിഞ്ഞു. ഈ ആദ്യം മുതൽ അവസാനം വരെയും നമുക്ക് തരുന്നൊരു വികാരമുണ്ട്, ഇസ്ലാമാണ് നല്ലത്, ഇസ്ലാമാണ് എന്നെ എൻ്റെ സ്വഭാവത്തെ പരിവർത്തിപ്പിച്ചത്, ഇസ്ലാമാണ് എനിക്ക് സെൽഫ് കൺട്രോൾ തന്നത്, ഇസ്ലാമാണ് എല്ലാവരെയും ഒരുപോലെ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. എന്നാൽ അതേ ഇസ്ലാമിലേക്ക് ഞാൻ ശരിയായിട്ട് മനസ്സിലാക്കുന്ന, സ്വർഗം ലഭിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്ന, എല്ലാവരെയും സമന്മാരായും ഒരുപോലെ കാണാൻ എന്നെ പ്രേരിപ്പിക്കുന്ന അതേ ഇസ്ലാമിലേക്ക് എനിക്ക് ബാക്കിയുള്ളവരെയും ക്ഷണിക്കണം. എനിക്ക് മാത്രമല്ല സ്വർഗത്തിൽ പോവേണ്ടത്, എൻ്റെ കൂടെയുള്ളവരും സ്വർഗത്തിൽ പോകണം. ഞാൻ മാത്രമല്ല നന്നാവേണ്ടത്, എൻ്റെ കൂടെയുള്ളവരും നന്നാവണം. ഞാൻ മാത്രമല്ല നരകത്തിൽ നിന്നും അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടേണ്ടത്, എൻ്റെ കൂടെയുള്ളവരും രക്ഷപ്പെടണം. ആ മാർഗത്തിലേക്ക് മിമ്മൻ ദാ ഇലല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. രണ്ടാമത് വന്നത് ആമില സ്വാലിഹൻ, സൽക്കർമ്മം പ്രവർത്തിക്കുകയും. നമുക്കറിയാമല്ലോ, നമ്മൾ സൽക്കർമ്മം നമ്മൾക്ക് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്, നമ്മുടെ കൂടെയുള്ളവർക്ക്, കുടുംബക്കാർക്ക്, നാട്ടുകാർക്ക്, കൂട്ടുകാർക്ക്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പുണ്യം നമ്മൾ അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ സൽക്കർമ്മമായി ഖുർആൻ പഠിപ്പിക്കുന്നത് അൽ അംറു ബിൽ മഅറൂഫ് വ നഹ്യു അനിൽ മുൻകർ എന്നുള്ളതാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം റമദാൻ മാസം അത് നമ്മളെ പഠിപ്പിച്ചു. നന്മകൾ ഏതാണെന്ന് തിരിച്ചറിയാൻ നമ്മെ പഠിപ്പിച്ചു, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ പഠിപ്പിച്ചു, കൂടുതൽ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കാൻ നമ്മൾ പഠിപ്പിച്ചു. ചെറുതാണെങ്കിലും ആ നന്മകൾ നിരന്തരം പിന്തുടരണമെന്ന് നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാൽ ആ നന്മകൾ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടണമെന്ന് നമ്മളോട് ഈ റമദാൻ മാസം നമ്മളോട് പറയുന്നു. അതുതന്നെയാണ് ഒരു വിശ്വാസിയുടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ബാധ്യതയും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് നന്മയായത് ബാക്കിയുള്ളവർക്ക് നന്മയാവണം, നമുക്ക് തിന്മയായത് ബാക്കിയുള്ളവർക്കും തിന്മയാവണം. അവരോട് പറയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ എന്ന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയത്. യദഊനൽ ഖൈർ, വിശ്വാസികളുടെ സ്വഭാവവിശേഷമായി ഖുർആൻ പറയുന്നത് ഖൈറിലേക്ക് ക്ഷണിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിലേക്ക് ക്ഷണിക്കാൻ പറയുന്നു, ഇസ്ലാമിനെ ഖൈറായി പരിചയപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഖൈർ പറയാൻ വലിയകുൽ ഖൈറൻ ഔ ലിയസ്മുത്, പറയുന്നെങ്കിൽ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മളോട് ഖൈർ ചെയ്യാൻ പറയുന്നു, അമലു സാലിഹ് ചെയ്യാൻ പറയുന്നു, നമ്മളോട് ഖൈറിലേക്ക് ക്ഷണിക്കാൻ പറയുന്നു. എന്നാൽ ഇതേ ഖൈർ വിശ്വാസിയുടെ രണ്ടാമത്തെ ബാധ്യതയായി മാറുന്നു. അങ്ങനെ ആ നല്ല സൽക്കർമ്മം പ്രവർത്തിക്കുന്നവനേക്കാളും ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആര് എന്നാണ് ആയത് നമ്മളോട് പറയുന്നത്. മൂന്നാമത് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഒരു മുസ്ലിമാണ് എന്നതിൽ ഒരു അഭിമാനം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് പറയാൻ കഴിയണം. ആരാണ് മുസ്ലിം? മൻ സലിമൽ മുസ്ലിമു മിൻ ലിസാനിഹി വയദിഹി, എൻ്റെ നാക്കിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾ സുരക്ഷിതമാവാത്തിടത്തോളം കാലം ഞാൻ മുസ്ലിം ആവുകയില്ല. എൻ്റെ ഇസ്ലാം പ്രകടമാവുന്നത് എൻ്റെ ആക്ഷനിലാണ്, എൻ്റെ പ്രവർത്തനങ്ങളിലാണ്.
ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിടത്തിന് മാത്രം കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് വിശ്വാസി ആരാണെന്ന് വിശദീകരിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ടല്ലോ. അവിടെ ഈ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതായത് മൻ ഗശ്ശ ഫലൈസ മിന്ന, വഞ്ചിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. അതുപോലെ തന്നെ ചുറ്റുപാട് പട്ടിണി കിടന്ന് കഴിക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. മൻ ദഅ ഇലാ അസബിയ ഫലൈസ മിന്ന, പക്ഷപാതത്തിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. എൻ്റെ സംഘടന, എൻ്റെ വിഭാഗം, എൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ഗ്രൂപ്പിൻ്റെ, മറ്റ് സംഘടനയ്ക്കുമെതിരെ, സമുദായത്തിൻ്റെ മറ്റ് വിഭാഗങ്ങൾക്കുമെതിരെ തിന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. വിശ്വാസ സമൂഹത്തേക്ക് ബുനിയാൻ മർസൂസ്, അടിയുറയ്ക്കപ്പെട്ട ഒരു ശക്തമായ ഒരു ബിൽഡിങ്ങിനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സമീകരിച്ചത്. ആ തരത്തിലൊരു മുസ്ലിം ആവാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാനും ഇസ്ലാമിന് വേണ്ടി ചിന്തിക്കാനും ഇസ്ലാമിന് വേണ്ടി ജീവിക്കാനും കഴിയണം. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് നമ്മോട് പറയുന്നത്. അതുകൊണ്ടാണ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഇങ്ങനെ ഞാൻ മുസ്ലിങ്ങളിലാണ് പെട്ടവൻ പ്രഖ്യാപിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ക്ഷണിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ വേറെ ആരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇസ്ലാം എന്നത് ഒരു പൊതുവായി നമ്മളിൽ മാത്രമല്ല എന്നുള്ളൊരു ബോധം നമുക്ക് കൂടെ ഉണ്ടാവണം. കാരണം നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് അള്ളാഹു എൻ്റെ അള്ളാഹു അല്ല. അള്ളാഹുവിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് റബ്ബുൽ ആലമീൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാണ്. ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത് ഹുദൽ ലിന്നാസ് എന്നാണ്. ഇസ്ലാമോ അത് മിനദ്ദുലുമാത്തി ഇലൻ നൂർ, ജീവിതത്തിലെ നമ്മൾ അടക്കി വാഴുന്ന പലവിധത്തിലുള്ള അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നതാണ് ഇസ്ലാം. റബ്ബുൽ ആലമീനായ സകല പ്രപഞ്ചങ്ങളുടെയും റബ്ബാണ് അല്ലാഹു, നമ്മുടേത് മാത്രമല്ല. സകല ജനങ്ങൾക്കും റഹ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എല്ലാവർക്കും ഹുദയാണ് ഖുർആൻ. എല്ലാവരെയും തിന്മയിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇസ്ലാം. അതുകൊണ്ട് എൻ്റെ ഇസ്ലാം എന്നതിനേക്കാളും അപ്പുറം നമ്മുടെയും ലോക ജനതയുടെയും ഇസ്ലാം എന്ന് പറയുന്ന വികാരം നമുക്കുണ്ടാവണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും നമ്മൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. ആ ബോധമാവണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നത്. ആ സന്ദേശമാവണം നമുക്ക് ഈ ഈദുൽ ഫിത്റിന്റെ സന്ദേശമായി സ്വീകരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തരത്തിൽ ഇസ്ലാമിനെ സ്വീകരിക്കാനും ഖുർആനെ പഠിക്കാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും കഴിയുന്ന വിശ്വാസികളാക്കി നമ്മെ മാറ്റട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി വലക്കും വസായിറിൽ മുസ്ലിമീൻ. നസ്തഗ്ഫിറുഹു വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ്. എല്ലാ ആഘോഷങ്ങളും ഇസ്ലാമിൽ ആഘോഷവുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ നമുക്ക് ആഘോഷങ്ങൾ പങ്കെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈദ് ഫിത്ർ തുടങ്ങിയത് തന്നെ അള്ളാഹുവിനെ തക്ബീർ മുഴക്കി, തക്ബീറില്ലാതെ ഹംദില്ലാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശരീഅത്ത് പാലിക്കാതെ ഒരനക്കം പോലും നമ്മളിൽ പാടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധത്തോടെ അള്ളാഹു എന്ന ബോധത്തോടു കൂടി നമ്മൾ നമ്മുടെ സഹോദരന്മാരിലേക്കും നമ്മുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബങ്ങളിലേക്കും ഇറങ്ങുക. കാരണം അള്ളാഹുവിനുള്ള ഈമാൻ അത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള വിശ്വാസികളോടുള്ള ഈമാനിലാണ്. നമ്മൾ കുടുംബത്തോട് മാന്യമായി പ്രതികരിച്ചില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ശരീഅത്ത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അവിടെ നടപ്പിലാവുന്നില്ല എന്നാണ് അർത്ഥം. നമ്മുടെ ചുറ്റുപാടോട് ഉള്ള മനുഷ്യന്മാരോട്, സഹജീവികളോട്, സഹപ്രവർത്തകരോട് നന്നായി പെരുമാറുന്നില്ല എന്നതിൻ്റെ അർത്ഥം നമ്മുടെ കരാർ നമ്മൾ പൂർത്തീകരിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഈദുൽ ഫിത്ർ എല്ലാവരെയും ഒരുപോലെ സമന്മാരായി മനസ്സിലാക്കാനും അള്ളാഹു അക്ബർ എന്ന് നമ്മൾ മുഴക്കുമ്പോൾ അള്ളാഹു മാത്രമാണ് വലിയവൻ, അള്ളാഹു മാത്രമേ നമ്മുടെ മുകളിലുള്ളൂ എന്നും ബാക്കിയുള്ളവരെല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന ബോധം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ഈദുൽ ഫിത്തറിലും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിലും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്ക് കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, നിങ്ങളെയും നിങ്ങളുടെ കൂടെയുള്ളവരെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക. നമ്മൾ ഞാനെന്ന് പറയുന്ന ബോധത്തിനേക്കാൾ അപ്പുറം നമ്മൾ നിരന്തരം ചെയ്യുന്നവരാണ്. ഈദുൽ ഫിത്തറിൻ്റെ ഒരു സന്ദേശം എന്ന നിലയിൽ പറയുകയാണ്, നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കഴിയുക. അതുമാത്രമല്ല,
ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന, കഷ്ടപ്പെടുന്ന, യുദ്ധം അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും വേദനകൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. വിശ്വാസിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത് ഒരു ശരീരം പോലെയാണല്ലോ. മറ്റൊരാൾക്ക് വേദനിക്കുമ്പോൾ നമുക്കും വേദനിക്കണം, മറ്റൊരാൾക്ക് സന്തോഷിക്കുമ്പോൾ നമ്മളും സന്തോഷിക്കണം. ആ തരത്തിൽ ലോക ജനതയെ മുഴുവനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന, ആർക്കും വേണ്ടി മോശം മനസ്സിൽ കരുതാൻ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ. നമ്മളോട് പറയുന്നത് പടച്ചവനെ വിശ്വാസികൾക്കെതിരെ ഞങ്ങളുടെ മനസ്സിൽ ഈറയുണ്ടാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം. അതുകൊണ്ട് എല്ലാവരോടും സ്നേഹം വിതരണം ചെയ്യുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന വിശ്വാസികളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആരാണ് ഈമാന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്നത്? ഈമാന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്നത് മൻ റളിയ ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവനാണ്. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ട് സ്വീകരിച്ചവനാണ്. വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി തൃപ്തിപ്പെട്ടവന് മാത്രമേ ഈമാന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയൂ. ഇങ്ങനെ മാധുര്യം അനുഭവിക്കുന്ന വിശ്വാസികളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എല്ലാ മൊമെന്റിലും, എല്ലാ നിമിഷങ്ങളിലും ഖൈറും ബറക്കത്തും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ മാറ്റി നമ്മൾ ആവശ്യമായ, നമ്മുടെ ജീവിതം നിലനിൽക്കാൻ ആവശ്യമായ സമാധാനവും സ്വബറും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാൻ നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആവശ്യമായ തഖ്വ നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആവശ്യമായ ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ അയൽപ്പക്കത്തുള്ള സംസ്ഥാനങ്ങളിലെയും സാധാരണ വീട്ടിൽ പോലും നമസ്കരിക്കാൻ പറ്റാതാവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും സ്വബർ നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്കും മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന മനസ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ശരീരവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ലോക മുസ്ലിം ജനതയിൽ ലോകത്തിലെ ചുറ്റുപാടും മറ്റും കഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആവശ്യമായ ജീവിത വിജയവും സഹായവും നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ومنهم الأحياء والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل النفاق والمنافقين وأذل الكفر والكافرين وأذل الظلم والظالمين. اللهم ثبت أقدامنا، اللهم ثبت أقدامنا، اللهم ثبت أقدامنا وانصرنا على القوم الكافرين. اللهم دمر أعداءنا وأعداء الدين. اللهم دمر أعداءنا وأعداء الدين. اللهم فرق جمعهم، اللهم فرق جمعهم وزلزل أقدامهم وشدد شملهم. اللهم انصر إخواننا المستضعفين، اللهم انصر إخواننا المستضعفين، اللهم انصر إخواننا المستضعفين، اللهم انصر إخواننا المستضعفين. اللهم ارحم يا أرحم الراحمين. اللهم تقبل منا صلاتنا وصيامنا وسائر أعمالنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله أكبر، الله أكبر، الله أكبر. لا إله إلا الله. الله أكبر، الله أكبر ولله